ഹായ് ടീം, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഐ എമ്മിൻ്റെ ഹാൻഡ്സ് ഓൺ ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു എം യൂസേഴ്സ്, ഗ്രൂപ്പ്സ്, റോൾസ്, പോളിസീസ് ഇതിനെല്ലാം കുറിച്ച്. ഇന്ന് നമുക്ക് എം കൺസോളിൽ ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്ന് നോക്കാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. നമ്മൾ AWS കൺസോളിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സർവീസ് സെർച്ച് ചെയ്യാനുള്ള ഒരു ടാബുണ്ട്. അതിൽ എം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് എം സർവീസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ എം ഡാഷ്ബോർഡിലേക്ക് എത്തും. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എം ഗ്രൂപ്പ്സ്, യൂസേഴ്സ്, റോൾസ്, പോളിസീസ് ഇതെല്ലാം വിസിബിൾ ആയിരിക്കും. അതിൽ നമ്മൾ പറയേണ്ടായി, ഇപ്പോൾ നമുക്കൊരു ഓർഗനൈസേഷനിൽ ഒരു പുതിയ പ്രോജക്റ്റ് വന്നു. പുതിയ പ്രോജക്റ്റിലേക്ക് പുതിയ യൂസേഴ്സിന് നമ്മളൊരു യൂസർ ആക്സസ് കൊടുക്കണം. അപ്പോൾ അതിൽ യൂസറിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനാണ് പ്ലാനെങ്കിൽ നമുക്ക് ബെസ്റ്റ് പ്രാക്ടീസായ ഫസ്റ്റ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ആ ഗ്രൂപ്പിലേക്ക് പോളിസി അറ്റാച്ച് ചെയ്യുക. ആ ഗ്രൂപ്പിലേക്ക് യൂസേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ ആ പോളിസീസ് അവർക്ക് അപ്ലിക്കബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. നമുക്കിവിടെ ക്രിയേറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് നമുക്കൊരു ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് യൂസേഴ്സ്, നമുക്ക് ഡെവോപ്സ് യൂസർ 1 ABC എന്നൊക്കെ പറയുന്നത് എൻ്റെ അക്കൗണ്ടിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് യൂസേഴ്സാണ്. ഇപ്പോൾ നമുക്ക് അങ്ങനെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യൂസേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനവിടെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ കറണ്ട് യൂസ് കേസായി നമ്മളൊരു പുതിയ യൂസറിനെ ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഗ്രൂപ്പിൻ്റെ ഒരു പേര് കൊടുക്കുക. നമുക്ക് അവിടുന്ന് ഒരു പെർമിഷൻ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആക്സസ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആക്സസ് ഇവിടെ കൊടുക്കുക. അത് കഴിഞ്ഞ് ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. യൂസർ 1 അങ്ങനെ ഒരു പേര് കൊടുത്ത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ പ്രൊവൈഡ് യൂസർ ആക്സസ് ടു AWS മാനേജ്മെൻറ്റ് കൺസോൾ, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് യൂസറിനെ നമ്മളിപ്പോൾ ആക്സസ് ചെയ്ത പോലെ ഒരു മാനേജ്മെൻറ്റ് കൺസോൾ വഴി ആക്സസ് ചെയ്യാനാണെങ്കിൽ നമ്മളിത് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്ഷനിൽ കാണാൻ പറ്റും സ്പെസിഫൈ എ യൂസർ ഇൻ ഐഡൻറ്റിറ്റി സെൻറ്റർ, ദാറ്റ് ഈസ് ദ റെക്കമെൻഡേഷൻ ഫ്രം AWS. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മളൊരു അക്കൗണ്ടിൽ ഇതുപോലെ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ആ യൂസറിന് ആക്സസ് കൊടുക്കണം. ഇതേപോലെ നമുക്ക് പല അക്കൗണ്ട് ഉണ്ട്. അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയേണ്ട ഒരു ഓർഗനൈസേഷനെ കുറിച്ച് പല അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിനെ കംപ്ലീറ്റായി മാനേജ് ചെയ്യാൻ നമുക്കൊരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്ത് ആ എല്ലാ അക്കൗണ്ടും നമുക്ക് അവിടെ മാനേജ് ചെയ്യും. അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവിടെ നമുക്ക് സെൻട്രലി യൂസേഴ്സിനെ മാനേജ് ചെയ്യണമെങ്കിലെല്ലാം AWS തരുന്ന ഒരു ഓപ്ഷനാണ് ഒരു ഐഡൻറ്റിറ്റി സെൻറ്റർ നമുക്ക് എനേബിൾ ചെയ്യാം. അങ്ങനെ ആ ഐഡൻറ്റിറ്റി സെൻറ്ററിൽ നമുക്ക് കംപ്ലീറ്റ് യൂസേഴ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇൻഡിവിജ്വൽ യൂസേഴ്സായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അത് യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെയും കുറച്ച് പ്രീ റിക്വസൈറ്റ്സ് ഒക്കെ നോക്കണം. അത് ഏത് റീജിയനിലെല്ലാം എനേബിൾ ചെയ്യാൻ പറ്റും, അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കണം. ഇപ്പോൾ കറണ്ട് യൂസ് കേസിൽ നമ്മൾ ഒരു എം യൂസറിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഐ വാണ്ട് ടു ക്രിയേറ്റ് എൻ എം യൂസർ എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ച് പോവാം. അത് കഴിഞ്ഞ് കൺസോൾ പാസ്വേഡ്, ഇപ്പോൾ നമുക്ക് ഓട്ടോ ജനറേറ്റ് ചെയ്തൊരു പാസ്വേഡ് വേണോ അതോ ഒരു കസ്റ്റം പാസ്വേഡ് വേണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് അടുത്തൊരു ഓപ്ഷൻ യൂസേഴ്സ് മസ്റ്റ് ക്രിയേറ്റ് എ ന്യൂ പാസ്വേഡ് അറ്റ് നെക്സ്റ്റ് സൈൻ. അതായത് ഇപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു യൂസർ നമ്മൾ പ്രൊവൈഡ് ചെയ്ത ക്രെഡൻഷ്യൽ വെച്ച് ലോഗിൻ ചെയ്യുമ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ വരിക ചേഞ്ച് ദ പാസ്വേഡ് എന്നുള്ളതായിരിക്കും. അതിൽ അവർക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് അവർക്ക് ഫർദർ യൂസ് ചെയ്യാം. കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് ഇവിടെ വിസിബിൾ ആയിരിക്കും. അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഏത് പെർമിഷനാണോ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ആ പെർമിഷൻ അലൗഡ് ആയിട്ട് ഈ യൂസറിനെ ആപ്ലിക്കബിളായി മാറും. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ടാഗ് പ്രൊവൈഡ് ചെയ്ത് നമുക്ക് ഈ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. ഇതെല്ലാം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തപോലെ ടാഗെല്ലാം കൊടുക്കുന്നത് ഇപ്പോൾ ഒരു പ്രോജക്റ്റിൽ എന്തൊക്കെ റിസോഴ്സ് ഉണ്ട് അതിനെ ഫിൽട്ടർ ചെയ്യാൻ ഇൻ ഫ്യൂച്ചർ നമുക്ക് അതിലത്തെ റിസോഴ്സ് എല്ലാം കാണാനും അതുപോലെ ബില്ലിംഗ് പർപ്പസിനൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് ഇങ്ങനെ ടാഗ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതൊരു ഓപ്ഷണലാണ്. ഇനി ക്രിയേറ്റ് യൂസർ
ഇതിൽ യൂസറിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡൗൺലോഡ് CSV ഫയൽ ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് യൂസറിന് പ്രൊവൈഡ് ചെയ്താൽ യൂസറിന് ഇത് വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്കതൊരു ഡിഫറെൻറ്റ് ബ്രൗസറിൽ ആക്സസ് ചെയ്ത് കാണാം. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ സെക്കൻഡ് സ്റ്റെപ്പായ റീസെറ്റ് പാസ്വേഡ്. സോ ഇവിടെ ഒരു പുതിയ പാസ്വേഡ് വെച്ച് നമുക്ക് സൈൻ ഇൻ ചെയ്യാം. ഓക്കെ, കണ്ടിന്യൂ ടു സൈൻ ഇൻ. ഇപ്പോൾ ആ യൂസർ നമ്മുടെ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്തു. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് ആക്സസ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ആക്സസ് കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഈ യൂസറിന് ഏത് സർവീസും ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആ AM ആക്സസ് ചെയ്യുമ്പോൾ AM ഡാഷ്ബോർഡ് വിസിബിൾ ആയിരിക്കും. ഇനി EC2 സർവീസ് ആക്സസ് ചെയ്യുമ്പോൾ EC2 ഡാഷ്ബോർഡ് വിസിബിൾ ആയിരിക്കും. അതുപോലെ ഏത് സർവീസും ആക്സസിബിൾ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഇനി ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആക്സസ് ചേഞ്ച് ചെയ്ത് ഒരു പോളിസി, ഒരു ഗ്രാനുലാർ പെർമിഷൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഒരു പോളിസി ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു EC2 ആക്സസ് മാത്രമായിട്ട് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ യൂസറിന് ഉണ്ടാവുന്ന ആക്സസ് ഡിഫറൻസ് കാണാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് 1 ഇപ്പോൾ കറൻ്റ്ലി അഡ്മിനിസ്ട്രേറ്റീവ് ആക്സസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പുതിയൊരു പോളിസി ക്രിയേറ്റ് ചെയ്യാം. EC2 ആക്സസ് മാത്രമായിട്ടൊരു പോളിസി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് പോളിസി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വിഷ്വൽ എഡിറ്റർ വഴി പോളിസി ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു JSON ഫോർമാറ്റിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത JSON ഫോർമാറ്റിൻ്റെ ഡിഫറെൻറ്റ് ഫീൽഡ്സ്. കറൻ്റ്ലി നമുക്ക് ഒരു EC2 ആക്സസ് മാത്രം എന്ന് പറയുമ്പോൾ EC2 ഫുൾ ആക്സസ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് EC2-ലത്തെ എല്ലാ ലിസ്റ്റ്, റീഡ്, റൈറ്റ്, പെർമിഷൻസ് മാനേജ്മെൻറ്റ്, ടാഗിങ് ഇതെല്ലാം അലൗഡ് ആയിട്ട് വരും. അത് കഴിഞ്ഞ് നമ്മൾ റിസോഴ്സസ് ഓൾ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇപ്പോൾ അതെല്ലാം സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു പ്രോജക്റ്റിന് പെർട്ടിക്കുലർ റിസോഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്റ്റൻസിൻ്റെ ARN കൊടുക്കാം. ARN എന്ന് പറയുന്നത് ആമസോൺ റിസോഴ്സ് നെയിം. അതൊരു യുണീക്ക് ID ആയിരിക്കും. ആ യുണീക്ക് ID കൊടുത്ത ആ പെർട്ടിക്കുലർ ഇൻസ്റ്റൻസിന് മാത്രം ഈ യൂസറിന് ആക്സസ് ചെയ്യാൻ അലൗഡ് ആയി കൊടുക്കുക എന്നർത്ഥം. അതല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് ഇൻസ്റ്റൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഓൾ എന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മളുടെ ഇവിടെയുള്ള എല്ലാ EC2 ഇൻസ്റ്റൻസിനും ഇത് ആക്സസ് ചെയ്യാൻ പറ്റും ഈ പെർട്ടിക്കുലർ യൂസറിന്. ഇനി അത് കൊടുത്തതിന് ശേഷം നമ്മളെ JSON ഫോർമാറ്റിൽ അതെന്താണ് ചേഞ്ച് വന്ന് നോക്കാം. ഇപ്പോൾ നമ്മളവിടെ പറഞ്ഞ പോലെ ഇഫക്റ്റ് അലൗ ഈ വിഷ്വൽ സ്റ്റുഡിയോയിൽ നമ്മളിവിടെ ഇഫക്റ്റ് അലൗ എന്നാണ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ ഡിനൈ കൊടുക്കാം. ഈ പോളിസീസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ പോളിസി കൊടുത്തു അതിൽ ഡിനൈ ആണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുക. അതായത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഡിനൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഇൻ ഇഫക്റ്റ്, അത് ഫസ്റ്റ്ലി ഇഫക്റ്റീവ് ആവുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യണത് നമ്മൾ ഈ ഒരു യൂസറിന് EC2 മാത്രം അലൗ ചെയ്യാം എന്ന അർത്ഥത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ EC2 അലൗ, EC2 സ്റ്റാർ എന്ന് പറയുമ്പോൾ EC2ൻ്റെ എല്ലാ ആക്ഷനും അലൗ ചെയ്തു, എല്ലാ റിസോഴ്സിലേക്കും അലൗ ചെയ്തു. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ID ആണ്. ഇപ്പോൾ JSON ഫോർമാറ്റിൽ നമുക്ക് കാണാം ഇതെല്ലാം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടാണ്. ഇത് SID എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട്, അത് നമുക്കൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പേര് കൊടുക്കാം. EC2 ഫുൾ ആക്സസ് അങ്ങനെ എന്തെങ്കിലും ഒരു മീനിങ് ഫുൾ പേര് കൊടുക്കും. ഇനി നെക്സ്റ്റ്, ഇനി ഈ പോളിസിക്ക് ഒരു പേര് കൊടുക്കുക.
ഫുൾ ആക്സസ്. ഇനിയിപ്പോൾ ഇതിനൊരു ഡിസ്ക്രിപ്ഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഏത് പ്രോജക്റ്റിന് വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്തത് ഇൻ ഫ്യൂച്ചർ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിരിക്കും ഡിസ്ക്രിപ്ഷന്. പ്രോജക്റ്റ് 1. ഓക്കെ, അതേപോലെ ടാഗ് ഇതെല്ലാം ഓപ്ഷണലാണ്, പക്ഷേ ഇൻ ഫ്യൂച്ചർ നമുക്കത് ഒരു പ്രോജക്റ്റിൻ്റെ റിലേറ്റഡ് നമ്മൾ എന്തെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം അറിയണമെങ്കിൽ നമുക്ക് ഇത് വെച്ച് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഓക്കെ, പോളിസി ക്രിയേറ്റഡ് നൗ EC2 ഫുൾ ആക്സസ്. ഈ EC2 ഫുൾ ആക്സസ് നമുക്ക് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂസറിൻ്റെ ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞ യൂസറിൻ്റെ പെർമിഷൻ നമുക്ക്, അതായത് ഈ ഗ്രൂപ്പിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ആക്സസ് കൊടുത്തത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത EC2 ഫുൾ ആക്സസ് എന്ന പെർമിഷൻ മാത്രം കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ഈ യൂസറിനെ ആ ഒരു EC2 മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് കസ്റ്റമർ മാനേജ്ഡ് പോളിസി, ഓൾറെഡി AWS പ്രൊവൈഡ് ചെയ്യുന്നത് AWS മാനേജ്ഡ് പോളിസി. അതാണ് ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്ക് കാണാൻ പറ്റുക. അറ്റാച്ച് പോളിസി. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ യൂസറിന് വന്ന ഡിഫറൻസ് കാണാം. ഇപ്പോൾ ഇതിൽ IAM ഓൾറെഡി ആക്സസ് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ബ്രൗസർ റിഫ്രഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം ആക്സസ് ഡിനൈ, അതായത് അവിടെ കൊടുത്ത നമ്മുടെ പോളിസി അപ്ലിക്കബിളായി അതിൽ EC2 മാത്രമേ അലൗ ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഡിനൈ ആണ്. ഇപ്പോൾ ഇവിടെ ആക്സസ് ഡിനൈ വിത്ത് എ റീസൺ യു ഡോണ്ട് ഹാവ് പെർമിഷൻ ടു IAM ഗെറ്റ് അക്കൗണ്ട് സമ്മറി. അതായത് ഇതിൽ ഓരോ കോളും പോകുമ്പോൾ ഈ പെർമിഷൻ എല്ലാം റിക്വയർഡ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിൽ ഓരോന്നും വിസിബിൾ ആവുള്ളൂ. ഇപ്പോൾ ഇവിടെ ഈ ഒരു യൂസറിന് IAM ലിസ്റ്റ് MFA ഡിവൈസ്, IAM ഗെറ്റ് അക്കൗണ്ട് സമ്മറി, ഈ പെർമിഷനൊന്നും കറൻ്റ്ലി അറ്റാച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതെല്ലാം ആക്സസ് ഡിനൈൻ. ഇപ്പോൾ നമ്മൾ കൊടുത്ത EC2 എന്ന് പറയുന്ന അതിൽ EC2 ഡാഷ്ബോർഡിൽ പോവുകയാണെങ്കിൽ EC2 വിസിബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്താണോ പെർമിഷൻ കൊടുത്തത് അത് മാത്രമാണ് ഈ യൂസറിന് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ട്രബിൾ ഷൂട്ടിംഗ് സ്റ്റെപ്പിലാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ സർവീസ് ആവശ്യമുണ്ട്. അങ്ങനെ ആ സർവീസിൽ ഇപ്പോൾ അവർ ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ എറർ വന്നാൽ ഈ എററിനെ അനലൈസ് ചെയ്താൽ നമുക്ക് കൂടുതൽ ട്രബിൾ ഷൂട്ടിംഗ് എളുപ്പമായിരിക്കും. ഏത് ആക്സസ് ആണ്, ഏത് പെർമിഷനാണ് ഡിനൈ ചെയ്യണത് എന്ന് നമുക്ക് ഈ എററിന്ന് കൂടുതൽ കാണാൻ പറ്റും. നമുക്ക് ട്രബിൾ ഷൂട്ടിംഗ് ടൈമിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അടുത്തത് നമുക്ക് റോളിനെ കുറിച്ച് പറയാം. റോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പോയിൻ്റാണ്. അതായത് നമുക്ക് ഒരു സർവീസിന് ഇപ്പോൾ EC2 ഇൻസ്റ്റൻസിനെ S3 സർവീസിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു റോൾ ക്രിയേറ്റ് ചെയ്ത് EC2ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് S3 ബക്കറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഒരു ക്രിയേറ്റ് റോൾ, അതിൽ ഇതാണ് ട്രസ്റ്റഡ് എൻറ്റിറ്റീസ്. ഇപ്പോൾ ഏതാണ് യൂസ് കേസ് അതിനനുസരിച്ച് നമുക്കിത് സെലക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ യൂസ് കേസ് ഇതാണ് EC2, അതായത് ഡിഫറെൻറ്റ് സർവീസസ് ഇൻ ദിസ് അക്കൗണ്ട് വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ്. അത് ഒരെണ്ണം വേറൊരു സർവീസിനെ കോൾ ചെയ്യാണ്. അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ AWS സർവീസ് പറയും. ഇതിപ്പോൾ വേറൊരു അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്കാണെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് ട്രസ്റ്റഡ് എൻറ്റിറ്റി ആയിട്ട് കൊടുക്കണം. അതേപോലെ നമ്മുടെ ഫെഡറേറ്റഡ് യൂസറാണ്, അതിനുള്ളൊരു റോൾ ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ റിലേറ്റഡ് റെസ്പെക്റ്റീവ് നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ കറൻറ്റ് സ്റ്റേജിൽ നമ്മൾ AWS സർവീസ് EC2 ഇൻസ്റ്റൻസ് ടു S3 ആണ്. ഇപ്പോൾ നമ്മൾ അടുത്ത കേസിൽ നമ്മൾ EC2 ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻസിന് അറ്റാച്ച് ചെയ്യാനുള്ളതാണ്, അതിൻ്റെ റിലേറ്റഡ് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നമുക്കിവിടെ EC2 ഇൻസ്റ്റൻസ് S3നെ ആക്സസ് ചെയ്യാനാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ S3 ഫുൾ ആക്സസ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യണം. S3 ബക്കറ്റ്, ആ ഒരു പെർട്ടിക്കുലർ S3 ബക്കറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യുക. ആ പോളിസി ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ EC2 ഇൻസ്റ്റൻസിനെ ഒരു പെർട്ടിക്കുലർ S3 ബക്കറ്റ് ആക്സസ് ചെയ്യുക എന്നുള്ള മീനിങ്ങിൽ അങ്ങനെ ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യുക, അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കറൻറ്റ് സ്റ്റേജിൽ നമുക്കൊരു S3 ഫുൾ ആക്സസ് എന്ന് പറഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പോകാം. ഇതിലാണ് റോൾ നെയിം കൊടുക്കണം. EC2 റോൾ ടു S3. സോ ഇതാണ് ഡീറ്റെയിൽസ്. ക്രിയേറ്റ് റോൾ.
അങ്ങനെ റോൾ ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ EC2നെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണ് ഈ റോൾ അറ്റാച്ച് ചെയ്യുന്നതെന്ന് കാണാം. ഇപ്പോൾ ഇനി കുറച്ച് പോയിൻറ്റ്സും കൂടി നമുക്ക് അതിൽ ലാസ്റ്റ് നമ്മൾ IAMൽ ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണാം. ഇതിൽ യൂസേഴ്സിൻ്റെ ഇതിൽ നമ്മളിപ്പോൾ കൺസോൾ ആക്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത്, കൺസോൾ യൂസർ നെയിം പാസ്വേഡ് എല്ലാമാണ് ക്രിയേറ്റ് ചെയ്ത്. ഇനി അതേപോലെ ഒന്നാണ് പ്രോഗ്രാമാറ്റിക് ആക്സസ് കൊടുക്കാൻ പറ്റും ഈ ഒരു യൂസറിന്. ഇപ്പോൾ പ്രോഗ്രാമാറ്റിക്കലി കോൾ ചെയ്യണമെങ്കിൽ പ്രോഗ്രാമാറ്റിക് ആക്സസ് കൊടുക്കാനായിട്ട് നമുക്കിവിടെ ഒരു ആക്സസ് കീ, സീക്രട്ട് ആക്സസ് കീ ജനറേറ്റ് ചെയ്യാം. ഇവിടുന്ന് പോകാം, അല്ലെങ്കിൽ സെക്യൂരിറ്റി ക്രെഡൻഷ്യൽ ടാബിൽ പോയാൽ നമുക്ക് ആക്സസ് കീ എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് ആക്സസ് കീ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് അറ്റ് എ ടൈം 2 ആക്സസ് കീ നമുക്ക് ആക്റ്റീവായിട്ട് ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്ത് ആക്റ്റീവാക്കി വെക്കാൻ പറ്റും. ഇപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ക്രിയേറ്റ് ആക്സസ് കീ കൊടുക്കുക. ഇപ്പോൾ നമ്മളൊരു AWS CLI വഴി ആക്സസ് ചെയ്യാനാണ്, AWS റിസോഴ്സസ് ആക്സസ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ പോകുക. അതുള്ള ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ വഴിയാണ്. അങ്ങനെ ഏതാണോ നമ്മൾ യൂസ് കേസ് അതിനനുസരിച്ച് നമുക്കൊരു ആക്സസ് കീ ആൻഡ് സീക്രട്ട് ആക്സസ് കീ ജനറേറ്റ് ചെയ്യാം. ഇതുപോലെ ഇരിക്കും ആക്സസ് കീ ആൻഡ് സീക്രട്ട് ആക്സസ് കീ. ഇപ്പോൾ AWSൻ്റെ റെക്കമെൻഡേഷൻ തന്നെ ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കോൾ ചെയ്യുകയാണ് ഡിഫറെൻറ്റ് സർവീസിനെ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു IAM റോളിലൂടെ ആക്സസ് ചെയ്യുക എന്നുള്ളതാണ് AWSൻ്റെ റെക്കമെൻഡേഷൻ. ഈ ആക്സസ് കീ ആൻഡ് സീക്രട്ട് ആക്സസ് കീ ഇപ്പോൾ ഒരു ഹാർഡ് കോഡ് ചെയ്തൊരു ആപ്ലിക്കേഷനിൽ കൊടുക്കുക എന്ന് പറയുന്നത് ഇവിടെ റെക്കമെൻഡ് ചെയ്യാത്തൊരു കാര്യമാണ്. അത് ഒരു ബെസ്റ്റ് പ്രാക്ടീസായിട്ട് നമുക്ക് IAM റോൾ യൂസ് ചെയ്യുക എന്ന് തന്നെയാണ് AWSും സജസ്റ്റ് ചെയ്യണത്. പിന്നെ വേറെ ഒരു ഇതെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ആക്സസ് കീ, സീക്രട്ട് ആക്സസ് കീ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിത്തിൻ 90 days റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളത് AWS ആയിരുന്നു റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേപോലെ ഇപ്പോൾ ഒരു ക്ലൗഡ് അഡ്മിനായിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ആക്സസ് കീ, സീക്രട്ട് ആക്സസ് കീ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് യൂസേഴ്സിനെ ഇൻഫോം ചെയ്ത് അത് റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രീവിയസ് ഓർഗനൈസേഷനിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു യൂസ് കേസ് വരാറുണ്ടായിരുന്നു. ഓൾറെഡി ഇനീഷ്യൽ സ്റ്റേജിൽ യൂസ് ചെയ്ത കുറച്ച് ആപ്ലിക്കേഷനെ അത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് കൊണ്ട് അവർ അത് റൊട്ടേറ്റ് ചെയ്യാൻ ഓക്കെയാണ്. അപ്പോൾ ഞങ്ങൾ റൊട്ടേറ്റ് ചെയ്യാൻ ഞങ്ങൾ ചെയ്യുന്ന കാര്യമാണ്, ഞങ്ങളൊരു പുതിയ ആക്സസ് കീ അറ്റ് എ ടൈം 2 ആക്സസ് കീ ആൻഡ് സീക്രട്ട് ആക്സസ് കീ ആക്റ്റീവാക്കി വെക്കാൻ പറ്റുന്നതുകൊണ്ട് ഒരു സെക്കൻഡ് ആക്സസ് കീ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് യൂസറിന് പ്രൊവൈഡ് ചെയ്യും. അത് കഴിഞ്ഞ് യൂസർ അത് അവരുടെ സൈഡിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇൻഫോം ചെയ്യും. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് വൺ ഡീആക്ടിവേറ്റ് ചെയ്യുക, എന്നിട്ട് കുറച്ച് ദിവസം ആപ്ലിക്കേഷൻ എല്ലാം വർക്കിംഗ് ആണ്, പ്രശ്നമൊന്നുമില്ല പറയുമ്പോൾ പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയാം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റൊട്ടേഷൻ വരും. അങ്ങനത്തെ എല്ലാം ഇത് ബുദ്ധിമുട്ടൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് ഒരു റോൾ വഴിയാണെങ്കിൽ ഈ ഒരു പ്രശ്നമില്ല. നമുക്ക് ഒരു റിക്വയർമെൻറ്റ് വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു കണക്ടിവിറ്റി റിക്വയർഡ് ആണെങ്കിൽ റോൾ വഴി കൊടുക്കുമ്പോൾ അതിന് എപ്പോഴാണോ റിക്വയർഡ് അതിലൊരു ടെമ്പററി ആക്സസ് ജനറേറ്റ് ആവും, എന്നിട്ട് ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇവിടെ നമുക്ക് ഈ ഇപ്പോൾ ജനറേറ്റ് ചെയ്ത ആക്സസ് കീ, സീക്രട്ട് ആക്സസ് കീ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, എന്നിട്ട് യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതേപോലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പോയിൻ്റാണ് MFA. ഇതാണ് MFA. ഇപ്പോൾ നമുക്ക് ഒരു യൂസർ ക്രിയേറ്റ് ചെയ്തു, നമുക്ക് യൂസറിൻ്റെ അടുത്ത് ഇൻഫോം ചെയ്യാം MFA അവരുടെ അക്കൗണ്ടിൽ MFA കോൺഫിഗർ ചെയ്യാനായിട്ട്. അപ്പോൾ ചെയ്യേണ്ട സ്റ്റെപ്സ് ഇതാണ്. ഒരു MFA ഡിവൈസ് അവരുടെ മൊബൈലിലോ അങ്ങനെ ഒരു ഒതൻറ്റിക്കേറ്റർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തിട്ട് അവർ കീസിൽ MFA കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ സ്റ്റെപ്സ്. ഇതിൽ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒതൻറ്റിക്കേറ്റർ ആപ്പ് യൂസ് ചെയ്ത് അതിൽ ഒരു 6 digit കോഡ് വരും, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് MFA കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇന്നത്തെ ടോപ്പിക്. ഇത് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കണം. ഓക്കെ, ബൈ, താങ്ക് യു.